ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗാസയിൽ ഇസ്രായേലിനെ വൻ പരാജയം ഏറ്റുവാങ്ങാനും സൈനിക നഷ്ടം വരാനും സാധ്യത വിലയിരുത്തപ്പെട്ടതിനാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില അടിയന്തര നീക്കത്തിന് ട്രംപ് നെതന്യാഹുവിന് നിർദ്ദേശം നൽകിയതായാണ് നയതന്ത്ര കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസുമായിട്ടുള്ള കരാർ ഒരു വിശാല പ്രാദേശിക ഒത്തുതീർപ്പിന് വഴിയൊരുക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും സഹായിക്കുക മാത്രമല്ല, സൈനികർക്കും റിസർവിസ്റ്റുകൾക്കും വീട്ടിലേക്ക് മടങ്ങാനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരാനും അവരുടെ ഉപജീവന മാർഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും സഹായകരമാകും എന്നാണ് ഇതിനെക്കുറിച്ച് ട്രംപ് പറയുന്നത്. ഈ ബോധം ഇയാൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് എന്ന് ഇതിൻ്റെ കൂടെ ഒരു കമൻ്റായി പറയുകയാണ്. ഇതിവർ നേരത്തെ ചെയ്യേണ്ടതാണ്. എന്നാൽ ഗസയും കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഈ പണിയെല്ലാം ചെയ്യാം എന്ന് ധരിച്ചിരുന്നത് ഇപ്പോൾ നടക്കില്ല എന്നത് കണ്ടുകൊണ്ടാണ് ഒരു പുതിയ കരാറുമായിട്ട് മുന്നോട്ട് വരാൻ അവർ തയ്യാറാകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഹമാസുമായിട്ടുള്ള ഈ കരാർ മൂലം ഇസ്രായേലിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും സുരക്ഷയ്ക്ക് വഴിയൊരുക്കുകയും ഇത് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണെന്നും അത് ഞങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണെന്നും ട്രംപ് പറയുമ്പോൾ, ഹമാസ് ഇപ്പോഴും അതിശക്തമായി നിലനിൽക്കുമ്പോൾ ഏകദേശം 2 വർഷമായി തുടരുന്ന ഈ യുദ്ധം എന്തിനായിരുന്നു എന്ന് ചോദ്യം ഉയരുകയാണ്. അതിനുള്ള ഒരു ഉത്തരം ഇസ്രായേലിന്റെ സകല ധൈര്യവും യുദ്ധം വിജയിക്കാമെന്ന അവരുടെ ആത്മവിശ്വാസവും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഹമാസ് കൂടുതൽ സൈനികരെ വീണ്ടും പിടികൂടാനും ബന്ദികളാക്കാനും ശ്രമിക്കുന്നതാണ് ഇപ്പോൾ അവർ പെട്ടെന്നൊരു കരാറിന് തയ്യാറാവുന്നത് എന്നുള്ളതാണ്. ഇനിയും സൈനികരോ അതല്ലെങ്കിൽ സിവിലിയൻസോ ഹമാസിന്റെ കയ്യിൽ കൂടുതൽ പെട്ടുകഴിഞ്ഞാൽ അത് ഇസ്രായേലിനും നെതന്യാഹു ഭരണകൂടത്തിനും ഹമാസിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നതിന് കാരണമാക്കും എന്ന യാഥാർത്ഥ്യബോധമാണ് ഇപ്പോൾ സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തന്നെ മുൻകൈ എടുക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്നുള്ളതാണ് സത്യം. ഈ ഖത്തറിലും ഇസ്രായേലിലുമൊക്കെ തങ്ങൾ പ്രതീക്ഷിച്ചതിലധികം ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒറ്റയടിക്ക് യുദ്ധം അവസാനിപ്പിക്കുന്ന തന്ത്രമാണ് ട്രംപ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് പിറ്റേന്ന് മുതൽ ഇറാനെ ഞങ്ങൾ ചുട്ടുചാമ്പലാക്കി എന്ന് പത്രക്കാരുടെ മുന്നിൽ നിന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ് ഈ പരാജയത്തെ ഒരു വിജയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ ഹമാസിനെയും ഞങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു എന്ന് പറയുകയാവും നാളെ സംഭവിക്കുക. ഈ ഒരു ചങ്കൂറ്റം ട്രംപിനും നെതന്യാഹുവിനും മാത്രമേ ലോകത്തുള്ളൂ എന്നും നമ്മൾ അറിയണം. ഇത്രയും ഉളുപ്പില്ലായ്മയും ഇങ്ങനെ പരസ്യമായി മറ്റുള്ളവരുടെ ചിന്താഗതിയെ ഒന്നും പരിഗണിക്കാതെ എന്തും വിളിച്ചു പറയാനുള്ള ഈ കഴിവുള്ളത് കൊണ്ട് ഇവർക്ക് ഏത് നാട്ടിലും ആരോടും യുദ്ധത്തിന് പോകാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഈ ഹമാസുമായി ഒരു ഒത്തുതീർപ്പിനും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് തയ്യാറാവുന്നതിന്റെ പിന്നിൽ ഈ സൈന്യത്തിന്റെ ഒരു നിർദ്ദേശവും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യം ഇസ്രായേലി നയതന്ത്ര കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈന്യം ഒരിക്കലും ഗസ യുദ്ധത്തിൽ വിജയം നേടുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് തന്നെയാണ് നേട്ടം ഉണ്ടാവുന്നത് എന്ന് ഈ സൈനിക തലവൻ പലതവണ താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി നോക്കാം എന്നൊരു നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഒന്നുകൂടി നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാരിപ്പം പെട്ടെന്നൊരു വെടിനിർത്തൽ തന്ത്രവുമായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നത്. അത് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. അവസാനിപ്പിച്ചാൽ കൊള്ളാം. അതായത് ഇസ്രായേൽ തന്നെ ആയിരിക്കും അതിന് നേട്ടം ഉണ്ടാവുക. യുദ്ധം കൂടുതൽ തുടർന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ തൊഴിലാണ് ഈ യുദ്ധം എന്നത്. യുദ്ധം ഇല്ലാതായി കഴിയുമ്പോൾ ഹമാസുകാർ പട്ടിണിയായി പോകും. കാരണം അവർക്ക് ശമ്പളം കിട്ടാൻ മാർഗമില്ല. അതുകൊണ്ട് ഹമാസിലെ അവിടുത്തെ പോരാളികൾ അവർ ശമ്പളം മേടിച്ച് യുദ്ധം ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് എന്നും യുദ്ധം ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ സാമ്പത്തികമായി തകർന്ന് തരിപ്പണം അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാജ്യം തകർന്ന് ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകാൻ മാർഗമില്ല. അതുകൊണ്ട് വെറുതെ ഉമ്മാരുമായിട്ട് തല്ലും മടിയുമായിട്ട് മുന്നോട്ട് പോകാതെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുമെന്നൊരു നിലപാടാണ് ഇപ്പം ട്രംപ് തന്നെ നെതന്യാഹുവിനോട് പറയുന്നത്. ഇത്രയും നാളും നമുക്ക് അവന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കി എല്ലാം പിടിച്ചെടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലുപരി യുദ്ധം അതിരൂക്ഷമായിട്ടും ഈ ഗസയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുന്നതും ഇവരുടെ മേൽ ആക്രമണം വർദ്ധിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന പ്രതിഷേധവും കണക്കിലെടുത്ത് യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന് ഒരു നിർദ്ദേശമാണ് ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം നെതന്യാഹു ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അയാൾ അങ്ങനെ ചെയ്യാത്തത് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചാൽ അത് ഇസ്രായേൽ ഹമാസിന് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെടും എന്നൊരു
ജാള്യത കൊണ്ടാണ് അയാളിപ്പം തയ്യാറാവാത്തത്. എല്ലാവരും കൂടെ എന്നെ ഒന്ന് നിർബന്ധിക്കൂ, ഞാനന്ന് യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പം നെതന്യാഹു എടുത്തുകൊണ്ടിരിക്കുന്നത്. നിർബന്ധിച്ചാൽ ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ എങ്ങനെയെങ്കിലും നിർബന്ധിക്കൂ, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് നെതന്യാഹുവിൻ്റെ ഒരു നിലപാട്. അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പറയാം. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം, ഈ ഹമാസ് തന്നെ ഗസ വീണ്ടും ഭരിച്ചാൽ അത് നെതന്യാഹുവിനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഈ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് ഇപ്പോൾ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ അത് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ കൂടുതൽ കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ഒരു ഭയവും ഉള്ളത്. അയാളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനേക്കാൾ ഉപരി അയാളുടെ ജീവന് തന്നെ ഈ ഹമാസ് ഗസ ഭരിക്കുന്നത് അപകടം ആകും എന്നൊരു തിരിച്ചറിവും ഈ നെതന്യാഹുവിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിക്കും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കെണിയിലേക്കാണ് ഈ നെതന്യാഹു ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് എന്ന മറ്റൊരു വശവും കൂടി ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനെ വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ട്രംപിന് അറിയാമെന്നുള്ളതാണ് സത്യം. അയാൾ വീണ് കിടക്കുന്നിടത്തുനിന്ന് വെല്ലുവിളിക്കാനുള്ള ഒരു കഴിവും ഈ ട്രംപിന് നന്നായിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിന് തന്റെ അവസാനത്തെ മുന്നറിയിപ്പ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് കരാറെ. ഇയാൾ തന്നെ നിങ്ങൾ കരാറിന് വരൂ എന്ന് വിളിച്ചു വരുത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ ഒരു മുന്നറിയിപ്പാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇതിനു മുമ്പ് ഇയാൾ പറഞ്ഞിരുന്നത് എന്താ, ഗസനെ ഞാനിപ്പം നരകമാക്കുമെന്ന്. അപ്പം നരകമായിരിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിനാണ്. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് ഈ ഹമാസിനെ കരാറിനെ വിളിച്ചിരിക്കുന്നത്. എത്ര വെല്ലുവിളിച്ചാലും ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ട്രംപ് ഒരു കരാറിന് നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്നുള്ളതാണ് സത്യം. ഹമാസിന് ഇങ്ങനെ ഇത്രയും കഴിവുണ്ടോ, ഇസ്രായേൽ ഇങ്ങനെ തോക്കുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ചാനൽ കേൾക്കുന്നവരൊക്കെ തന്നെ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ പലരും ഇതിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ചില കമൻറ്റുകളിലൂടെ ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് ചാനലുകളോ പത്രങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതാണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്നവരുണ്ട്. ഇക്കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യാത്തത് എൻ്റെ കുഴപ്പമല്ല. ഇതെല്ലാം ഇൻ്റർനാഷണൽ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പൊതുവെ വാർത്തകൾക്ക് നമ്മുടെ ഈ നാട്ടിലെ യൂട്യൂബ് ചാനലോ അതല്ലെങ്കിൽ മറ്റ് പത്രങ്ങളോ മീഡിയകളോ ഒന്നും ഞാൻ ആശ്രയിക്കാറില്ല. വിദേശ ന്യൂസുകൾ മാത്രമാണ് സെർച്ച് ചെയ്യുന്നതും അതിനനുസരിച്ചാണ് ഞാൻ വാർത്ത ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പത്രത്തിൽ വന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം എനിക്കില്ല. അത് അവരുടെ ജോലിയാണ്, അവർക്ക് വേണ്ട ഇടുക. ഞാൻ പറയുന്നതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ ഇടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ സ്ക്രീൻഷോട്ട് ഇടാതെ പോകുന്നത് എൻ്റെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഒന്നുമില്ലാതെ വരുന്നത്. ഒരു സ്ക്രീൻഷോട്ടോ ഒരു പിക്ചറോ ഒന്നും ഇടാതെ ഞാൻ ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതിനൊരു ടൈമുണ്ടല്ലോ, ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ സമയം ഒരുപാട് പോകുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് വാർത്ത മാത്രം പറഞ്ഞങ്ങനെ പോകാറുണ്ട്. അതിനർത്ഥം അതൊരു കള്ളവാണെന്നല്ല. എന്നിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആ ഷോട്ടുകൾ ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്. ആ വാർത്ത കൂടി ഞാൻ ഇതുവരെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഷോട്ടുകൾ ഇടാറുണ്ട്. ഇതെല്ലാം പത്രങ്ങളിൽ വരുന്നതല്ലേ, അല്ലാതെ എനിക്കിപ്പം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റു പത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളത് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വാർത്തകളൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് യുദ്ധം ഇസ്രായേലിനും തോക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അമേരിക്കയ്ക്ക് ഈ ഇറാനോട് തോറ്റ് പിൻവലിഞ്ഞ് ഒറ്റയടിക്ക് യുദ്ധം അവസാനിപ്പിച്ച് പിൻവലിയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയുടെ ആശ്രിത രാജ്യമായ ഇസ്രായേലിന് ഒരു യുദ്ധത്തിൽ നിന്ന് തോറ്റ് പിന്മാറാൻ കഴിയില്ല? അത് മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ നമുക്കിപ്പോൾ ഇസ്രായേലിനോട് കുറച്ച് സ്നേഹം കൂടി എന്ന് പറഞ്ഞ് അവർ ജയിക്കുമെന്നൊന്നും അർത്ഥമൊന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ സോൾവ് ആവും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, വടക്കൻ ജെറുസലേമിലെ ഒരു തിരക്കേറിയ സ്ഥലത്ത് നടന്ന വെടിവെപ്പിൽ 5 ജൂതരാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ 7 പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മരണസംഖ്യയും പരിക്കും ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുദ്ധത്തിന് പിന്നാലെ ഈ ആക്രമികൾക്ക് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞത് ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഹമാസാണോ ഹൂത്തികളാണോ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ പോലീസ് ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടാക്കിയിട്ടില്ല. പോലീസുമായി നേർക്കുനേർ വെടിവെപ്പുണ്ടായിട്ട് പോലും ഇവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് ഇസ്രായേൽ പോലീസിനെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ അവരുടെ മന്ത്രിമാരെയും അതല്ലെങ്കിൽ ജനങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ചാവേർ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ ഏതാണ്ട് സംഭവിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആക്രമണം നടന്നിടത്ത് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗിർ എത്തിയിട്ടുണ്ട്. ഇവരൊരു കടുത്ത
വലതുപക്ഷ തീവ്രവാദിയായ മന്ത്രി ആയതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഇവരിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ഈ ആക്രമണം നടന്ന സ്ഥലമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും മരിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള നമ്പറാണിത്. എന്നാൽ ഇസ്രായേൽ പോലീസിനെ ആകപ്പാടെ ചുറ്റിക്കുന്നത് ഈ ആക്രമണം നടത്തിയവർ ആരാണ്, എങ്ങനെയാണ് അവരിവിടെ എത്തിയത്, ആരാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെയാണ്. ഇതിപ്പോൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവർക്ക് ഏതാണ്ട് പലസ്തീനികളാണ് ഇക്കാര്യത്തിൽ സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് IDF ഇപ്പം ഈ ഗ്രാമങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടെയുള്ളവരായിരിക്കും ആക്രമണം നടത്തിയത്. എന്തായാലും യുദ്ധത്തിന്റെ മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ വഷളാവുകയാണ്. പിന്നെ മറ്റൊരു വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഹൂത്തികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിന് ഇന്നലെ കാര്യമായിട്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും യാത്രക്കാര് ഉള്ള ഒരു ടെർമിനലിന്റെ നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നൊക്കെ അവരുടെ ഈ പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഇന്റർനാഷണൽ മീഡിയകളൊന്നും അക്കാര്യം പറയുന്നില്ല. അത് സാധാരണ പറയുന്നത് പോലെ 2 പേർക്ക് പരിക്ക് പറ്റി എന്ന് മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവരുടെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആക്രമണങ്ങളിലും സാധാരണ ഉള്ള പോലെ തന്നെ 2 പേർക്കാണ് നിസ്സാരമായി പരിക്കേൽക്കുന്നത്. അതുപോലെ ഇത്തവണയും നിസ്സാരമായി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പത്രങ്ങൾ പറയുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹമാസോ ഹൂത്തികളോ ഒക്കെ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മിസൈലുകൾ വരുന്ന ഭാഗത്തേക്ക് ഈ പരിക്ക് പറ്റാൻ വേണ്ടി 2 പേരെ അവർ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച് അവിടെ നിർത്തുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് 2 പേർക്ക് പരിക്ക് പറ്റില്ലല്ലോ. ചിലപ്പോൾ 3 പേർക്കാകാം, അല്ലെങ്കിൽ ഒരാൾക്കാകാം, അല്ലെങ്കിൽ 5 പേർക്കാകാം. ഇതല്ല എപ്പോഴും 2 പേർക്കേ ഉള്ളൂ. അതും എങ്ങനെ പരിക്ക് പറ്റുന്നത്? ഇവർ ഓടി വീണാ പരിക്ക് പറ്റുന്നത്. മുട്ടലെ തൊലി പോവുകയാണ് ചെയ്യുന്നത് ഭൂരിപക്ഷവും, അല്ലെങ്കിൽ കയ്യിലെ തൊലി പോകും. അയ്യോ കൈ അടിച്ച് വീഴുമല്ലോ, അപ്പോൾ കൈയുടെ ഇവിടുന്ന് തൊലി പോകും. ഇതാണ് ഇവന്മാർ വാർത്ത. ഇത് കാണുമ്പോൾ തന്നെ അതിനകത്തുള്ള സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മറ്റ് സോഴ്സുകൾ നമ്മൾ അന്വേഷിക്കും. എന്താണ് അതിനകത്ത് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കുറെ കൂടി നമ്മൾ ആഴത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് എൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത്. അത് ഞാനിവിടെ പറയുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഈ 2 പേർക്കല്ല, ഒരിക്കലും എല്ലാ പ്രാവശ്യവും നല്ല രീതിയിൽ ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അവർക്കത് പറയില്ല. അവിടെ ഭയങ്കര സെൻസറിങ് ഉള്ള സ്ഥലമല്ലേ, അതറിയാവുന്നല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാഷ്ട്രം എന്ന് കൊടുക്കണം. അവർ നിസ്സാരമായി ഹമാസ് പോലുള്ള ഒരു സംഘടനയോട്, അതല്ലെങ്കിൽ ഹൂത്തികളോടൊക്കെ അടിച്ച് പരിക്ക് പറ്റി മരിച്ചു എന്ന് പറയുന്നത് യുവമാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് യുവമാർ പറയും എപ്പോഴും ഓടി നിസ്സാരമായി പരിക്ക് പറ്റി. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെയാ, എപ്പോഴും നല്ല പരിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ട് ഏതാണ്ട് 16,000-ലധികം ആൾക്കാർക്ക് ഇസ്രായേലിൽ കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 10,000-3,000 പേരെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്, ഈ പട്ടാളക്കാരായിട്ടും അല്ലാതായിട്ട്. ഇത് ഓരോ പ്രാവശ്യം ഒരാളും 2 പേരും ഒമാർ പറയുന്നത് ഈ ഹൂത്തികൾ ആക്രമിച്ചു, അതല്ലെങ്കിൽ ഹമാസ് ആക്രമിച്ചു, സൈനികരെ നിസ്സാര പരിക്കേറ്റു, എന്നിട്ടാണ് ഇവന്മാരെല്ലാം വീട്ടിൽ കയറിയിരിക്കുന്നത് കൈയും കാലും ഇല്ലാതെ. ഇതാണ് നിസ്സാര പരിക്ക്. ഇവരുടെ നിസ്സാര പരിക്ക് എന്ന് പറയുന്നത് കൈയും കാലും ഇല്ലാതാകുന്നതാണ്. നമുക്കൊക്കെ അത് സീരിയസ് ആണ്. കൈയോ കാലമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയി പരിക്കുക. പക്ഷേ ഇവരത് നിസ്സാര പരിക്കായിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി അതുകൂടെ ഉണ്ട് കേട്ടോ. ഈ കയ്യോ കാലമൊക്കെ പോകുന്ന അവരെ സംബന്ധിച്ച് നിസ്സാര പരിക്കായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും നിസ്സാര പരിക്കായിട്ടെന്ന് പറയുന്നത്. കാഴ്ചയിൽ അങ്ങനെ ആദ്യം എടുക്കുമ്പോൾ തന്നെ നിസ്സാര പരിക്കായിട്ട് തോന്നും. പക്ഷേ ആശുപത്രി പോകുമ്പോഴാണ് കൈകാലം വെട്ടിക്കളയതായിട്ട് പിന്നീട് മനസ്സിലാകുന്നത്. അവരെക്കുറിച്ച് വാർത്ത ചെയ്യാറുമില്ലല്ലോ, അതുകൊണ്ട് ആരും അറിയുന്നില്ല. അതിങ്ങനെ വല്ല പ്രാദേശിക പത്രക്കാരോ അല്ലെങ്കിൽ ഈ ടെലിഗ്രാം ചാനലിലേക്ക് ഇടാൻ വേണ്ടി ചിലർ തപ്പിക്കൊണ്ട് വരുന്ന ഇടുന്നതല്ലാതെ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ കണക്ക് 10 പേര് മരിച്ചെന്നായിരിക്കും, പക്ഷേ യഥാർത്ഥ കണക്ക് 50 പേരായിരിക്കും. അത് തന്നെ കണക്കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.